welcome to my channel. This is Karishma Michael and ഈ പേരിട്ടതിൽ കളിയാക്കിയതിൽ ഈ പേരല്ല എൻ്റെ ചാനലിലെ പേരിട്ടതിൽ കളിയാക്കിയവർക്ക് വേണ്ടി വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ക്രേസി കരീഷ്മ. ഈ പേരിട്ടപ്പോൾ കുറേ പേര് കളിയാക്കിയിട്ട് ഇപ്പോൾ ക്രേസി എന്നൊക്കെ വിളിക്കുന്നത്. അതൊക്കെ ഫ്ലാറ്റിലെ കുട്ടികളൊക്കെ ക്രേസി ക്രേസി എന്നൊക്കെ വിളിക്കുന്നത്. അതാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ ഇഷ്ടപ്പെട്ടിട്ട പേരല്ലേ. അപ്പോൾ ഇത് ഞാൻ പറയാൻ പോകുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഇന്ത്യൻ പാരൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുവിധം പറഞ്ഞാൽ മനസ്സിലാവും. അവരുടെ പ്രത്യേകതര ക്യാരക്ടേഴ്സ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ പാരൻസിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറന്നു. ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും മാത്രം തലയിൽ നിൽക്കുള്ളൂ. ഞാൻ വലിയ യൂട്യൂബറായിട്ടൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഭയങ്കര ഓർമ്മ ശക്തി ആയതുകൊണ്ടേ. ഇവിടെ വെച്ചത് എന്താ പറയുക, ഇന്ത്യൻ പാരൻസിൻ്റെ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ക്രിട്ടിസൈസ് ഓൺ ഡ്രസ്സിങ്. ലൈക്ക് എന്തിട്ടാലും ക്രിട്ടിസൈസ്. എൻ്റെ മമ്മിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വലിയ സ്റ്റൈലിൽ കെട്ടിയൊരുങ്ങിയിട്ടൊക്കെ വരുമായിരിക്കും. കെട്ടിയൊരുങ്ങിയൊക്കെ വന്നിങ്ങനെ മമ്മിനും പിള്ള മമ്മ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും എന്ത് കോലാടി കെട്ടിരിക്കണേ, ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചൂടെ, കുറേ വെട്ടിയിട്ട് പിച്ചക്കറിയുള്ള പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് പോകും. പിന്നെ എൻ്റെ മമ്മിക്കും ഡാഡിക്കും പ്രത്യേകിച്ച് ഒരുവിധം എല്ലാ ഇന്ത്യൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമായിരിക്കും ലൈക്ക് ജീൻസ് ഇട്ടാൽ എൻ്റെ മമ്മിക്ക് എൻ്റെ മമ്മിക്ക് സ്ലീവ്ലെസ് ഇട്ടോണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ മമ്മിക്ക് ജീൻസ് ഇട്ടാൽ ഭയങ്കര ദേഷ്യം. ജീൻസ് നടക്കുമ്പോൾ എന്തോ പ്രത്യേകിച്ച് ഡാഡി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഡാഡി ഇങ്ങനെ കണ്ടിട്ട് പറയും ഇടണോ, വേറെ ഡ്രസ്സ് ഏതെങ്കിലും മാറിയിട്ടൂടെ എന്നൊക്കെ ചോദിക്കും. മേ ബി ചിലപ്പോൾ കേൾക്കട്ടോന്ന് അറിയില്ല കേട്ടോ. മേ ബി ചിലപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ പൊതുവെ ഇത്തിരി തടിച്ചിപ്പാറ് പോയതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യും, ഏത് ഡ്രസ്സ് ഇട്ടാലും ക്രിട്ടിസൈസ് ചെയ്യും. ജീൻസ് ഇട്ടാൽ ശരി. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ നിർബന്ധമായിരുന്നു. അവിടെ ജീൻസൊന്നും അലൗഡ് അല്ല, അവിടെ സാരി ഓർക്ക് സെൽവാസ് മാത്രമേ അലൗഡ് ഉള്ളൂ. അങ്ങനെ ചില ഫാമിലീസ് ഇന്ത്യൻ പ്രത്യേകിച്ച് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ വീട്ടിലെ അച്ഛനമ്മമാർക്ക് ഈ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മൊബൈൽ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ, അതായത് ഒരു +1 എനിക്ക് +1 ഒന്നും ഫോൺ ഉണ്ടായില്ല. എനിക്ക് ഡിഗ്രി പഠിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫോൺ വാങ്ങിച്ചത്. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഫോൺ വാങ്ങിച്ചത്. അപ്പോൾ കുട്ടികൾ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വിചാരം ലൈക്ക് ഈ സീരിയൽ ടി വി ഷോസിലൊക്കെ ഒരു ഇൻബിൽഡ് ആയിട്ടൊരു കാര്യം ഒരു മനസ്സിലുണ്ട്. ഇവർ ഫോൺ എടുക്കണത്, പെൺകുട്ടികൾ ഫോൺ എടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ലൈൻ അടിച്ചിട്ട് അവരെ ചാറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ എങ്ങാലും നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്ന ഇടയ്ക്ക് എങ്ങാലും എല്ലാം കോമഡി കണ്ട് ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ ചോദിക്കും ആരാടി മെസ്സേജ് ചെയ്യണേ, എന്തിനാടി ചിരിക്കണേ, എന്തത്രല്ലോ കോമഡി. ലൈക്ക് അവരെ മനസ്സിലത് ഇൻബിൽഡായിട്ട് കിടക്കുക. നമ്മൾ എന്തെങ്കിലും കോമഡി കണ്ട് ചിരിച്ചാലും അവരുടെ മനസ്സിലത് എങ്ങനെയാണ്. പെൺകുട്ടികളാണെങ്കിൽ എസ്പെഷ്യലി ലൈൻ അടിക്കുവാണ്, ലൈക്ക് ഏതെങ്കിലും ആൺകുട്ടികളോട് ചാറ്റ് ചെയ്യണം, ആ ഒരു രീതിക്ക് അവർക്ക് കിടക്കുള്ളൂ. ഇനിയിപ്പോൾ ആൺകുട്ടികൾ ഫോൺ എടുത്തിട്ട് ചിരിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരുണ്ടാവും ലൈക്ക് പെൺകുട്ടികൾ ലൈൻ അടിക്കുവാണ്. പക്ഷെ കൂടുതൽ അവർ വിചാരിക്കുക ദേ ആർ വാച്ചിങ് പോൺ. അങ്ങനെയാണ് എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത്. ലൈക്ക് അങ്ങനെയാണല്ലോ പൊട്ട വീഡിയോസ്, പൊട്ട ഇത് കാണാൻ വേണ്ടി മാത്രമാണ് കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് ഇമ്പിൾഡായിട്ട് കുറച്ച് എംബഡഡ് ആയിട്ട് എല്ലാവരും മനസ്സിൽ തറപ്പിച്ച് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ പാരൻസിൻ്റെ സ്പെഷ്യാലിറ്റി അങ്ങനെയാണ് 2 കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് സ്റ്റൈൽ. എൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ കുക്കിംഗ് സ്കിൽസ്. നിങ്ങളുടെ ആരെങ്കിലും അമ്മയ്ക്ക് അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മമ്മിക്ക് എനിക്കറിയില്ല കേട്ടോ, ബാക്കിയുള്ളവരുടെ അമ്മമാരിങ്ങനെ കുക്ക് ചെയ്യുമെന്ന് അറിയില്ല. എൻ്റെ മമ്മിക്ക് ന്യൂഡിൽസ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിഷസ് ഒക്കെ കുക്ക് ചെയ്യാൻ സ്പെഷ്യൽ സ്കിൽസാണ്. ലൈക്ക് എൻ്റെ മമ്മി ന്യൂഡിൽസിൻ്റെ ഉള്ളിൽ വേപ്പില കടുകൊക്കെ പൊടിച്ചിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കി അവസാനത്തിൽ ന്യൂഡിൽസ് കറി ആക്കി തരും. എനിക്ക് അത് വേണമെങ്കിൽ ചോറ് കൂട്ടി വരെ തിന്നാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ മമ്മി ന്യൂഡിൽസൊക്കെ കുക്ക് ചെയ്യുക. ന്യൂഡിൽസ്, പാസ്ത. ഞാനിപ്പോൾ ഇങ്ങനെ ആക്കണേന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തോ ഭയങ്കര ഒരു പിച്ചക്കാരി ലുക്ക്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പിടിക്കണേ. അങ്ങനെ സ്പെഷ്യൽ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. പക്ഷെ നല്ല രസമായിട്ടോ, മമ്മി എല്ലാം കുക്ക് ചെയ്ത് കടുകൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയാണ് അൺസഹിക്കബിൾ. ഏത് കടി കഴിച്ചാലും അത് ഇത്ര പോകുന്ന ഇഞ്ചി ഉണ്ടാവും. ഓരോ എടുക്കലിലും ഓരോ ഇഞ്ചി കഷ്ണം കിട്ടിയിരിക്കും. അത് ഒരു കുക്കിംഗ് സ്കില്ലാണ്. പിന്നെന്തുവാ, അതൊരു കാര്യം. ദേശീയ സ്റ്റൈലിലെല്ലാം ഉണ്ടാക്കുള്ളൂ. ഇനി അടുത്ത ഞാൻ എഴുതി ചെക്കിങ് ദി റൂംസ് ആൻഡ് ബാഗ്സ്. ലൈക്ക് നമ്മുടെ ബിലോങ്ങിങ്സ്, നമ്മുടെ ബാഗ്, സാധനങ്ങൾ, നമ്മുടെ റൂം നമ്മളില്ലാത്തപ്പോൾ എടുത്ത് നോക്കലാണ് പ്രത്യേക അമ്മമാർക്കുള്ളത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും സ്കൂൾ ബാഗ് ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ ബാഗൊന്നും ചെക്ക് ചെയ്യാൻ ഞാൻ ഭയങ്കര ഒരു പാവം കുട്ടിയായിരുന്നു. ശരിക്കും പാവം കുട്ടിയായിരുന്നു. എപ്പോഴാണ് ഞാനിപ്പോൾ ഇത്തിരി കലവല സംസാരിച്ചു തുടങ്ങിയത്.
അപ്പോൾ അതാണ് ബാഗൊക്കെ ചെക്ക് ചെയ്യൽ ഇച്ചിരി കൂടുതല. ഇപ്പൊ ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ മമ്മിക്ക് എൻ്റെ വാലറ്റ് ചെക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ രഹസ്യം. എപ്പോഴും വന്ന് എൻ്റെ വാലറ്റൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ റൂം, അതായത് മമ്മീൻ്റെയൊക്കെ വിചാരം മമ്മി അവർ ഡാഡി എനിക്കറിയില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യാറ്. അതായത് വന്നിട്ട് നമ്മുടെ റൂമൊക്കെ ചെക്ക് ചെയ്യും. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ അവിടെ കുറച്ച് അറേഞ്ച് ചെയ്ത് വെച്ച ബുക്കുകളൊക്കെ ഉണ്ട്. വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വായിക്കാറുണ്ട്, പക്ഷെ പോലെ അഭിനയിക്കാൻ വേണ്ടി കുറെ ബുക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ചേച്ചി നന്നായി വായിക്കും. അപ്പോൾ ചേച്ചി കളക്ട് ചെയ്തുള്ള കുറച്ച് ബുക്ക് എനിക്കാണെങ്കിൽ ആ ബുക്കുകൾ ഞാൻ വെച്ചോടത്ത് ഇങ്ങനെ ഇരിക്കണം. എൻ്റെ മമ്മിയാണെങ്കിൽ ഡാഡിനെ ഒളിപ്പിച്ച് കാശ് വെച്ചേ ഡാഡിനെ കാണിക്കാണ്ടിരിക്കാൻ കാശ് ഒളിപ്പിക്കുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ അതിൽ കയറി ഒക്കെ ഡിസോർഡർ ആയിട്ട് മമ്മിയുടെ വിചാരം ഞാൻ മമ്മിയൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ഞാൻ അറിയില്ല എന്നൊക്കെയാണ്. പക്ഷെ നമുക്കൊരു പ്രത്യേക കഴിവുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞിനൊക്കെ നമ്മുടെ റൂമിലൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ആരോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ കേട്ട പോലെ ഡ്രസ്സൊക്കെ ഞാൻ നൽകിയിട്ടുണ്ടോ മെസ്സായിട്ടായിരിക്കാം റൂം കിടക്കുന്നുണ്ടാവും, പക്ഷെ ആ ഒരു ഡ്രസ്സ് ഇട്ട സ്ഥലത്ത് മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഡ്രസ്സ് അങ്ങനെ കിടക്കുക. ഡാഡി വരുന്നുണ്ടോ നോക്കിയതാ. അങ്ങനെ അതൊരു കാര്യം. എപ്പോഴും നമ്മൾ സാധനങ്ങൾ, ബുക്ക്, ബാഗ്, പേഴ്സ്, ഈ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഇന്ത്യൻ പാരൻസിലേക്ക് എല്ലാ പാരൻസും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കൂടുതൽ എൻ്റെ മമ്മി ഇന്ത്യൻ പാരൻസ് ആയിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇംഗ്ലീഷുകാരെ കുറിച്ച് വലിയ എടുത്തൊന്നുമില്ല, അവരൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ട്. പിന്നെന്തോ പീക്ക് ബൂ അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പീക്ക് ബൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഫോൺ വിളിക്കാൻ നിൽക്കാം. ഇതെല്ലാ പാരൻസും ഉണ്ടോ എനിക്ക് തോന്നി ഇന്ത്യൻ പാരൻസ് ആയിരിക്കും കൂടുതൽ, എനിക്കറിയില്ല. അതായത് ആരെങ്കിലും ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോം വിളിക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒളിഞ്ഞു കേൾക്കുക. നമ്മളിങ്ങനെ ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ആരും ആയിരിക്കില്ല, ചിലപ്പോൾ വല്ല ഫ്രണ്ട് ആയിരിക്കും. പക്ഷെ ഫോം വിളിച്ചിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മമ്മി ആരടി വിളിക്കണേ, എൻ്റെ പട്ടിയോടെ കിടന്ന് കരഞ്ഞു തുടങ്ങി എൻ്റെ സംസാരം കേട്ടിട്ട്. ആരടി വിളിക്കണേ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെന്തുവാ നമ്മൾ ഫോണൊക്കെ വിളിച്ച് പതുക്കെ വാതിൽ തുറക്കുമ്പോൾ അല്ലെങ്കിൽ വാതിലിൻ്റെ ഇടയിൽ നിഴലൊക്കെ കണ്ട അവിടെ ഒരു നിഴലൊക്കെ കാണാൻ പറ്റും. ഇതെൻ്റെ റൂമാണേ കാണല്ലേ, ഞാൻ കുറേ കോപ്പറേറ്റീവ് കാട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒളിഞ്ഞ് കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. എപ്പോൾ നമ്മൾ ഒരു ഏജ് വരെ ഇപ്പോഴും എൻ്റെ മമ്മി ഇന്നലെ രാത്രി വരെ എൻ്റെ മമ്മി ഞാൻ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ വന്നിട്ട് ആരടി വിളിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് എന്നോട് സംസാരിക്കുന്നില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. പിന്നെന്താ ഇതൊക്കെയാണ് ഞാൻ പ്രത്യേകിച്ച് ഇത്രയൊക്കെ തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളൂ തോന്നുന്നു. അതന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും. പിന്നെ ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തൊക്കെ ചെയ്താലും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് നല്ലതിന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ പാരൻസിനും, എസ്പെഷ്യലി ടു മൈ പാരൻസ്, ലവ് യു ഓൾ. അത്രേ ഉള്ളൂ. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല എല്ലാവരും നല്ല ചെയ്യുക. അത് വിചാരിച്ച് ആരും വെറുക്കരുത്. എൻ്റെ മമ്മി അങ്ങനെ ചീത്ത പറഞ്ഞു, എൻ്റെ അമ്മ അങ്ങനെ ചീത്ത, ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അവരവരിങ്ങനെ ചീത്ത പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്ത കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെ എല്ലാവരും എല്ലാം ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ എല്ലാ വീഡിയോസിലും എൻ്റെ പട്ടികളെ ഞാൻ മെൻഷൻ ചെയ്യും. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പട്ടീനെ പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കിയിട്ട് കുറേ പറയണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടം. അതിപ്പോഴും ഇതേ ചുറ്റിലെ എൻ്റെ ബെഡ്റൂമാണ്. രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും വേണ്ടി ചേച്ചി ഇതെൻ്റെ ഒരെണ്ണം. ഇതാണ് എൻ്റെ ഒരു പട്ടി. ഒത്തി അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് പിച്ചി. ഞാൻ പിച്ചിന്ന് വിളിക്കാം. നല്ല പേരല്ലേ, സാക്ഷി എന്നാ പേരിട്ടിട്ടുള്ളത്. ഭയങ്കര ഭീകര പേരായതുകൊണ്ട് ഞങ്ങൾ പിച്ചിന്ന് വിളിക്കാം. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Till the next time, bye bye.